ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഉഴുന്ന് വടയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു റെസിപ്പി കണ്ടിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉഴുന്ന് വടയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. വെള്ളം കൂടി പോയരുത്, വളരെ തിക്കായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ടും അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1/2 സവോള അരിഞ്ഞതും 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ അതൊന്ന് ഏറിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ പ്രോസസ്സ് വേണ്ടാന്ന് വെക്കരുത്, നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വട ഒന്ന് ഇട്ട് കൊടുക്കാം. അധികം നല്ല ചൂടിൽ ഒരിക്കലും നമ്മളിത് ഉണ്ടാക്കരുത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വട ഇവിടെ റെഡിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.